ഓർമ്മയിൽ നിറയുന്ന പോയകാലത്തിന്റെ ഓണക്കാഴ്ചകൾക്ക് പുനർജനിയേകി അജാനൂർ അഡോട്ടെ ഡിവൈഎഫ്ഐ യൂണിറ്റ്. അഡോട്ട് ഓണം 2K26 ഭാഗമായാണ് ഇവർ പുതുമയാർന്ന പ്രചാരണ പരിപാടി നടത്തിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽബയൽ, മംഗളൂർ. കുട്ടിക്കാലത്ത് തൊടികളും പറമ്പുകളും താണ്ടി കൂട്ടുകാരോടൊപ്പം പൂപ്പറിക്കാൻ നടന്നിരുന്ന പോയകാലത്തെ മനോഹര നിമിഷങ്ങൾക്കാണ് ഈ ഓണക്കാലത്ത് ഡിവൈഎഫ്ഐ അഡോട്ട് യൂണിറ്റ് പുനർജനിയേകിയത്. അഡോട്ട് ഓണം 2K26 എന്ന പേരിൽ നടത്തുന്ന ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഇവരുടെ ഈ വേറിട്ട പരിപാടി. പ്രദേശത്തെ 35ഓളം ആളുകൾ ചേർന്ന് നാട്ടിലെ തൊടികളിലും പറമ്പുകളിലും എത്തി നാടൻ പൂക്കൾ ശേഖരിച്ചു. കുട്ടികളും അമ്മമാരും യുവാക്കളുമെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്നു. പൂർവ്വകാലത്ത് എങ്ങനെയാണ് പൂക്കൾ പറിച്ചിരുന്നതെന്നും പൂക്കളങ്ങൾ ഒരുക്കിയിരുന്നതെന്നും മുതിർന്നവർ കുട്ടികളോട് വിശദീകരിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ഓണാഘോഷം നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നല്ലൊരു സംഘാടക സമിതി തന്നെ രൂപീകരിച്ചുകൊണ്ട് അതിൽ പുതുമയാർന്ന ആശയങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ കമ്മിറ്റി നിലയിൽ നല്ല ആശയം കൊണ്ടുവന്നു. നമുക്ക് പഴയ കാലത്തുള്ള ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി പൂക്കൾ പറിച്ചും വയലുകളിലെ പൂക്കൾ പറിച്ചും തുമ്പപ്പൂ, അതുപോലുള്ള ചെക്കിപ്പൂ, അങ്ങനെയുള്ള പൂക്കൾ പറിച്ച് ശേഖരിച്ചു കൊണ്ടുള്ള പുതിയ ആശയത്തിലേക്ക് കൊണ്ടുവരാൻ കുട്ടികളടക്കം പഴയ കാലങ്ങളിൽ പുതിയ കുട്ടികൾക്ക് ഇതൊന്നും അറിയാത്തൊരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നല്ലൊരു ആശയം നമുക്ക് ഡിവൈഎഫ്ഐക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇങ്ങനെ ശേഖരിച്ച പൂക്കൾ ഉപയോഗിച്ചായിരിക്കും ഈ ഓണക്കാലത്ത് അഡോട്ട് വീടുകളിൽ പൂക്കളം തീർക്കുക. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV തുളസി ഉൾപ്പെടെ നിരവധി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അപൂർവവും ആകർഷകവുമായ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി അഡോട്ട് ഓണം എന്ന പേരിൽ കുട്ടികൾ ഒരുക്കിയ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഒരുക്കിയ ഈ ഓണം എന്ന് പറയുന്നത് പഴയ കാലത്തേക്ക് തിരിച്ചു പോകാൻ ജനങ്ങളെ ഒന്നാകെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, പുതിയ കാലത്ത് ചെയ്യുന്നത് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പൂക്കൾ വില കൊടുത്ത് വാങ്ങുക, അത് ഉപയോഗിച്ച് പൂക്കളം ഒരുക്കുക, ആ പൂക്കളം കണ്ടുകൊണ്ട് ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇപ്രാവശ്യം ഈ നാട്ടിലെ ആളുകൾ ഒന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ്. നമ്മുടെ നാടിനകത്തെ തുമ്പപ്പൂവും അതുപോലെ തന്നെ പിച്ചകപ്പൂവും ചെക്കിപ്പൂവും ഒക്കെ ചേർത്തുകൊണ്ട് ഏറ്റവും നന്നായി ഓണം ഒരുക്കുക, ആ ഓണത്തിന് പൂക്കളം ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ നാടിനകത്തെ മുഴുവൻ ആളുകളും ഒത്തുചേർന്നിട്ടുള്ളത്. അവരോടൊപ്പം അജാനൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഒത്തുചേരണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. സംഘടക സമിതി ഭാരവാഹികളായ KP അജയൻ, KV കൃഷ്ണകുമാർ, K സജിത് കുമാർ, P അഭിലാഷ്, C സുജേഷ്, K രജിത, KV ഉഷിത, നിഖിൽ പ്രസാദ്, K ജയൻ, K ജിതിൻ, P സജീഷ് കുമാർ, M അജയൻ, പ്രവീൺ, മഹേഷ് അഡോട്ട് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.